PM ശ്രീ എന്ന് പറഞ്ഞാൽ പ്രീ പ്രൈമറി സ്കൂളുകളെയും പ്രാഥമിക വിദ്യാലയങ്ങളെയും അപ്പർ പ്രൈമറി സ്കൂളുകളെയും ഹയർ സെക്കൻഡറി സ്കൂളുകളെയും സംയോജിപ്പിച്ചിട്ടുള്ള, അതായത് കുട്ടികൾ അംഗൻവാടിയിലും നഴ്സറി ക്ലാസ്സിലും പ്ലേ ക്ലാസ്സിലും പോവാൻ തുടങ്ങുന്ന കാലം മുതൽ അവരെല്ലാം സംയോജിപ്പിച്ച് അവർക്ക് മികച്ച പോഷകാഹാരം ഇപ്പോൾ കൊടുക്കുന്ന പോലെ കഞ്ഞിയും പയറും മാത്രമല്ല. നിങ്ങൾ PM ശ്രീ നടപ്പാക്കിയ സ്കൂളുകൾ മാഹി ഉസ്മാൻ സ്കൂളിലൊക്കെ പോയി ഒന്ന് അന്വേഷിക്കണം. കുട്ടികൾക്ക് സമീകൃതമായിട്ടുള്ള പോഷകാഹാരം എല്ലാവിധത്തിലും കുട്ടികളുടെ വളർച്ചയ്ക്ക്, ശാരീരികവും മാനസികവും കായികപരവും ആസ്വാദനപരവുമായിട്ടുള്ള എല്ലാ വളർച്ചയ്ക്കും അനുയോജ്യമായിട്ടുള്ള വളരെ സമീകൃതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. അതുകൊണ്ട് സർവശിക്ഷാ അഭിയാൻ്റെ പണവും ഇതിന് ലഭിക്കുന്ന പണവും എല്ലാം ബന്ധപ്പെട്ടതാണ്. ഞാൻ അടിസ്ഥാനപരമായൊരു പോയിന്റ് പറഞ്ഞു, ഇത് കൺകറന്റ് ലിസ്റ്റിലുള്ളതാണ്. കൺകറന്റ് ലിസ്റ്റിലുള്ളതാവുമ്പോൾ സംസ്ഥാനത്തിന് മാത്രം രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഏകപക്ഷീയമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കർണാടക അത് ഒപ്പുവെച്ചത്, നടപ്പാക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ ഒരു മടിയുമില്ലത് ആ കാലത്ത് അത് ഒപ്പുവെച്ചത്, നടപ്പാക്കിയത്. കേരളം മാത്രം എന്തോ ഇത് കേരളമാണ്, ഇവിടെ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്ന നിലയല്ല ഇപ്പോഴുള്ളത്.